നല്ലൊരു അത്യാവശ്യം നല്ല ആചാരായിട്ടുള്ള ഒരാൾ ഈടെ യാദർച്ഛയായിട്ട് ടൗണിൽ നിന്ന് തന്നെ പരിചയപ്പെട്ടു കോഴിക്കോട്. പരിചയപ്പെട്ടതിന് മുമ്പ് പരിചയം ഉണ്ട്, അയാൾ പുതുക്കാൻ വന്നു. കൂടെ ഉണ്ട് ഒരു പെൺകുട്ടി. ഇതാരാ ചോദിച്ചപ്പോൾ മോളാന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയത് എന്താണെന്നറിയാമോ? ആ കുട്ടി ഇത്രയൊക്കെ ഷർട്ട് ഇട്ടിട്ടുള്ളൂ. എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ മക്കളെയെങ്കിലും ധർമ്മനിഷ്ഠരായി വളർത്താൻ സാധിക്കണില്ല? മദ്രസ പോകുന്ന കാലത്ത് മാത്രമാണ് അവർക്ക് മറക്കേണ്ടത്, അല്ലെങ്കിൽ മദ്രസക്ക് പോകുമ്പോൾ യൂണിഫോമിന്റെ ഭാഗമായിട്ട് മാത്രമാണ് അവർക്ക് മറക്കേണ്ടത്? വേറെ കോഴ്സിലേക്ക് പഠിക്കാൻ പോകുമ്പോഴേക്ക് ഇങ്ങനെയൊക്കെ ആവണം എന്ന് ആരാണ് നമ്മളെ പഠിപ്പിച്ചത്? നല്ല ആചാരാവുക, സംഘടനാ പ്രവർത്തകനാവുക. എന്നിട്ട് സ്വന്തം കുടുംബത്തിൽ പോലും നന്മ പഠിപ്പിക്കാനോ പറയാനോ പറ്റുന്നില്ലെങ്കിൽ പിതാവെന്ന് പറയുന്നതിന് അർത്ഥമില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൽ മാത്രമല്ല പിതാവിന്റെ ദൗത്യം. നേരമുൾക്കോളം അധ്വാനിച്ചിട്ടൊക്കെ ജീവിതം പുലർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന കുറേ പിതാക്കളെ നമുക്കറിയാം. അത് മാത്രമല്ല അവരുടെ ദൗത്യം. മക്കളെ ധർമ്മനിഷ്ഠരായി വളർത്തൽ പിതാവിന്റെ ബാധ്യതയാണ്. അതുകൊണ്ട് ആ തുടക്കം മുതൽ അതൊക്കെ പഠിപ്പിക്കണം എന്ന് പറയുന്നത്. ഒരു ചെറിയ കുട്ടി വാക്ക് പറയാനുള്ള ക്ഷമം നടത്തുന്ന സമയത്ത് പാട്ട് പഠിപ്പിക്കല്ല വേണ്ടത്, അള്ളാഹിനെ കുറിച്ച് പഠിപ്പിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കണം, മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിക്കണം. ഈ ആത്മീയമായ വളക്കൂറുള്ള പശ്ചാത്തലത്തിൽ കുട്ടി വളർന്നു വരണം. ഇത് അപ്പോഴേ വേറെന്തെങ്കിലും പഠിപ്പിച്ചു തുടങ്ങും. പാട്ട് പഠിപ്പിക്കും, മെസ്സിനെ പഠിപ്പിക്കും, റൊണാൾഡോനെ പഠിപ്പിക്കും. എന്നിട്ട് കുട്ടികളുടെ വളർച്ച മൊത്തം ഇത്തരം വിഗ്രഹങ്ങളെ മനസ്സ് സ്ഥാപിച്ചിട്ടാകും. വല്ലാതൊന്നും രക്ഷപ്പെടാതെ അവർ പോവുകയും ചെയ്യും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ആത്മീയതയുടെ മാർഗത്തിലേക്ക് ബോധപൂർവം നമ്മുടെ മക്കളെ കൊണ്ടുവരണം. അതിന് രക്ഷിതാക്കൾക്ക് സാധിക്കണം.